എസ് കെ ഒരിക്കലും തീരാത്ത സങ്കടങ്ങളുമായി കാസർഗോഡ് കുറേ എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട്. ഒരു കാലത്ത് അവർ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കുന്ന പാവം കുഞ്ഞുമക്കളടക്കം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിപ്പോൾ അവിടെ തെരുവിൽ സമരമുഖത്താണ്. അവർക്ക് ഈ ബജറ്റിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. സ്കാൻ മുടങ്ങിയ സൗജന്യ മരുന്നിനുള്ള പണം അത് പുനഃസ്ഥാപിക്കാൻ ഉതകുന്ന പ്രഖ്യാപനം, പുനരധിവാസ പദ്ധതികൾ, പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ ബജറ്റിലൂടെ എന്തെങ്കിലും കേന്ദ്ര സഹായം ഉണ്ടാകുമെന്ന് ആ പാവം മനുഷ്യർ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നുണ്ട്. സ്കാൻ കാസർകോട്ടേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം എൻഡോസൾഫാൻ ദുരിതബാധിതർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. ദുരിതബാധിതർക്ക് സൗജന്യ മരുന്നും ചികിത്സയും ഉറപ്പാക്കണം എന്നത് സുപ്രീം കോടതി ഉത്തരവാണ്. എന്നാൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് നിലച്ചതോടെ നീതി സ്റ്റോറുകൾ വഴി ലഭിച്ചിരുന്ന മരുന്ന് ഇപ്പോൾ ലഭ്യമാവുന്നില്ല. ആശുപത്രികളിൽ സൗജന്യ ചികിത്സയുമില്ല. വലിയ പ്രതിസന്ധിയിലാണ് ദുരിതബാധിതർ. അതിനാൽ തന്നെ ഈ കേന്ദ്ര ബജറ്റിൽ അതിനുള്ള സഹായം ഉണ്ടാകും, ഫണ്ട് പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ദുരിതബാധിതർക്ക്. കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റിൽ ഉറ്റുനോക്കുകയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകൾ. NHM ഫണ്ട് നിലച്ചതോടുകൂടി എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ചികിത്സ തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സുപ്രീം കോടതി വിധിയുണ്ടായിട്ട് പോലും സൗജന്യ മരുന്ന് ലഭിക്കാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ ഇനി ഇത്തവണത്തെ ബഡ്ജറ്റിലും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഓരോ തവണയും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇത്തവണയും അതുതന്നെയാണ്. ഞങ്ങളെ അവഗണിക്കരുത് എന്നൊരപേക്ഷയാണ് ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത്. എൻഡോസൾഫാൻ തളിച്ചത് HIL എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. സ്വാഭാവികമായും കാസർഗോഡ് നടന്ന ദുരന്തത്തിന് ഈ കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട്. 2017 സുപ്രീം കോടതി വിധി അനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് കമ്പനിയാണ്. ഇനി കമ്പനി നൽകുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നൽകണം എന്ന ഒരു വിധി വന്നിരുന്നു. ആ വിധി നടപ്പാക്കാനുള്ള ആർജവം അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ കാണിക്കണം എന്നാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേന്ദ്ര സർക്കാരോട് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ദുരിതബാധിതരുടെ പുനരധിവാസമാണ്. കാലങ്ങളായി ഈ ആവശ്യം ഉയരുന്നുണ്ട് എങ്കിലും ഫണ്ട് ലഭിക്കുന്നില്ല. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ദുരിതബാധിതരും അവരുടെ കുടുംബാംഗങ്ങളും കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ബജറ്റിൽ അതിനുള്ള ഫണ്ട് ഉണ്ടാകും, അതിനുള്ള സഹായം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പുലർത്തുന്നത്. ആഷ്മി, യഥാർത്ഥത്തിൽ ഈ എനിക്ക് തോന്നുന്നത് കുറേ അധികം മനുഷ്യർ മരിച്ചു ജീവിക്കുകയാണ് അവിടെ. അവരുടെ പ്രശ്നത്തിനാണ് ഈ ബജറ്റിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ വിശ്വസിക്കുന്നു.